മകൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പറ്റി, കോളേജിൽ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പറ്റിയാലും വേദനിക്കും. പക്ഷെ പെൺകുട്ടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പലതും ചിന്ത പോവും. ആ ഒരു പാനിക്കില്ലേ, ഇത് എത്ര ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നറിയോ? പല പ്രാവശ്യം ചോദിച്ചു, എത്ര എടുത്തു മാന്യമായാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചതാണ്. പക്ഷേ അപ്പോൾ എൻ്റെ സൗണ്ട് റേസ് ആയപ്പോൾ അത്രയും നേരം മിണ്ടാതിരുന്ന അവർ തട്ടി ഇത് എടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്, അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. നാളെ രാവിലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ക്യാഷും കൊണ്ട് നമ്മൾ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വരാം എന്നാണ് പറയുന്നത്. ഈ വന്നവരെയാണ് നമ്മൾ തട്ടിക്കൊണ്ടുപോയി എന്നവർ ഈ പറയുന്നത്. അവരായിട്ട് ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്ന് കയറിയതാണ്. ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകതരം ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചിറക്കുകയും പിന്നെ നമ്മളെപ്പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്. ശരിയെന്നും തെറ്റെന്നും പറയാൻ എന്തിനാ ഒരാളുടെ ജാതി അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കുന്നു? എൻ്റെ ചേട്ടൻ അബ്രോഡാണ് നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എൻ്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത്. അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞത്. നിനക്ക് എന്തിനാണ് നിൻ്റെ ചേട്ടൻ ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത്, ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷൊക്കെ അയച്ചിരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത്. നമ്മൾ സ്ത്രീകളിരുന്ന് സ്ത്രീകളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമസ്കാരം. തൊഴിലാളികളെ അന്ധമായി വിശ്വസിക്കുന്നത് തെറ്റാണോ? നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയോട് ചോദിച്ചാൽ അതെ എന്ന് പറയും. പണ്ടേ നിങ്ങൾ അയ്യോ അധികം പാവം കളിക്കില്ലേ, മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടും, തെറ്റ് ചെയ്യാൻ നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു, അതാണ് ചോദിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 1/2 കോടിക്ക് മുകളിലാണ് 3 പെൺകുട്ടികൾ ദിയയുടെ സ്ഥാപനത്തിൽ തിരിമറി നടത്തി കൈക്കലാക്കിയത്. ഈ തട്ടിപ്പ് കൈയോടെ പൊക്കിയപ്പോൾ ദിയ മുതലാളിയെപ്പോലെ പെരുമാറിയെന്നും ജാതീയമായി അധിക്ഷേപിച്ചുമെന്നായിരുന്നു അവരുടെ ആരോപണം. ഈ നിയമവും നീതിയും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇവർ വളച്ചൊടിച്ചപ്പോൾ തെളിവുകളടക്കം നിരത്തി പൂർണ്ണ ഗർഭിണിയായ ദിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന നിറക്കണ്ണുകളോടെ സംസാരിക്കുന്നതും നാം കണ്ടതാണ്. കേരളം വ്യവസായ വളക്കൂറുള്ള മണ്ണാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. ശ്രീജ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്, ഒരു പൂർണ്ണ ഗർഭിണി നിറക്കണ്ണുകളോടെ വന്നതെന്ന്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, തൻ്റെ 68 ലക്ഷം രൂപയാണ് അവർ അടിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം ഈ 3 പെൺകുട്ടികളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് അങ്ങനെയൊന്നുമല്ല, ജാതീയപരമായി അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ് അല്ലേ? ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇതൊരു സാമ്പത്തിക തിരിമറിയാണ്, എല്ലാവർക്കും അറിയാം. കൃഷ്ണകുമാറിൻ്റെ കുടുംബം പുറത്തുവിട്ടൊരു വീഡിയോ, അതിലെല്ലാം ഉണ്ട്. അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും നീതി ആരുടെ ഭാഗത്താണ്, തെറ്റാരുടെ ഭാഗത്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ കടന്നുകൂടിയത് എന്നുള്ളതാണ്. ഇരവാദം, കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം, സ്ത്രീ എന്ന പരിഗണന, ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, ജാതിക്കാട്, ഇങ്ങനെ പല വിഷയങ്ങൾ കടന്നുകൂടുകയാണ്. ഇത് എത്രത്തോളം ആശാസ്യകരമാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം കടന്നു വന്നതാണ്. അച്ഛനാരാ നിനക്ക് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ, ആ വോയിസ് കേട്ടാൽ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. നീയൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള, എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. അവർ പുറത്തുവിട്ട വീഡിയോയുടെ താഴെ പലരുടെയും കമൻറ്റുകൾ വരുന്നത് കണ്ടു. അതിൽ പലരും പറയുന്നത് അയാളൊരു സംഖ്യ, അതൊരു സംഖ്യ കുടുംബം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണോ? എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് സൗമ്യ സരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അല്ലേ? അവർ അതിൽ വ്യക്തമായി കൃത്യമായി പറയുന്നുണ്ട്, ശരിയെന്നും തെറ്റെന്നും പറയാൻ എന്തിനാ ഒരാളുടെ ജാതി അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവരുന്നയിക്കുന്നു. ദിയാകൃഷ്ണ പറഞ്ഞതാണ് അതിൽ വ്യക്തമാണ്. കാരണം അങ്ങനെ ജാതി അധിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം ജാതിക്കാർക്ക് എനിക്ക് ജോലി കൊടുക്കാതിരുന്നാൽ പോരെ. ഒരു 27 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങുന്നു, അതിൽ 3 പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു, അവിടെ ഈ നല്ലൊരു സാലറി കൊടുക്കുന്നു, അതിനുശേഷം ഇത്രയും ഒന്നും രണ്ടുമല്ല 68 ലക്ഷം രൂപയുടെ തിരിമറിയാണ് കാണിച്ചത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യുമ്പോൾ പിടിക്കപ്പെടുമെന്നാകുമ്പോൾ ജാതീയപരമായി അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ
അതെത്ര നീചമാണ്. അതും ഒരു പൂർണ്ണ ഗർഭിണിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് നോൺ ബെയിലബിൾ ഒഫൻസാണ് ചുമത്തിയത്. ഈ ബിന്ദുവിൻ്റെ കേസിൽ നമുക്കറിയാം ജാതിപരമായി അധിക്ഷേപിച്ചു. അത്തരം സ്ത്രീകൾക്ക് നീതി ലഭിക്കേണ്ടതാണ്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇറക്കി ആയുധമാക്കുകയാണ്. അതാണ് ഈ കേസിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഇറക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാം ഐശ്വര്യ, അർഹരായവർക്ക് പരിഗണന കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അവർ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, സാധാരണ ഇത്തരത്തിൽ ജാതി അധിക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അവർ കൃത്യമായി പ്രതികരിക്കുന്നവരാണ്. പക്ഷേ ഇത്തവണ അവർ കൃഷ്ണകുമാറിനൊപ്പമായിരുന്നു. അവർ പറയുന്നതും ഇത് തന്നെയാണ്, ന്യായം ആരുടെ ഭാഗത്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ എന്നിരിക്കെ ഈ പറയുന്ന പോലെ ജാതിക്കാർഡ് ഇറക്കുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്, ആ സമൂഹത്തിന് തന്നെ തിരിച്ചടിയാവുകയാണ്. അർഹരായ ഒരാൾ പിന്നെ ഭാവിയിൽ വന്ന് പറയുകയാണ് എനിക്കെതിരെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. അത് മാത്രമല്ല, ഇവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇനി സഹായത്തിനായി വിളിക്കേണ്ട അല്ലെങ്കിൽ ജോലിക്ക് വയ്ക്കേണ്ട എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരും. കാരണം ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടായാൽ അവർ ഉടനെ ജാതി പറയുന്നത് പോലെ നമുക്ക് തെറ്റാണ്. കാരണം ഇങ്ങനെയൊക്കെ പറയാമത്, പക്ഷെ ഇതൊരു വാസ്തവമാണ്. ഒരു സംരംഭം തുടങ്ങി അതിനുശേഷം ഇത്തരം നമ്മളിങ്ങനെ ജോലി കൊടുക്കുമ്പോൾ അവരത് മിസ്യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരെന്തൊക്കെ ആയുധമാക്കും എന്നുള്ളത് ഇനിയുള്ള ആളുകൾ ചിന്തിക്കും. അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളെപ്പോഴും കാണുന്നതാണ്, കേരളം ഈ വ്യവസായ സൗഹൃദം എന്നൊക്കെ പറയുമ്പോഴും പല ഘട്ടങ്ങളിൽ ഇവിടെ വ്യവസായം തുടങ്ങാൻ സാധിക്കാറില്ല. ഈ ഒരു കേസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാകും. കാരണം പല കാരണങ്ങൾ കൊണ്ട് പല തിരിച്ചടികളും നേരിടുന്നത് ചില ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ ബിസിനസ് മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകുന്ന കാഴ്ച ഇപ്പോൾ വിരളമല്ല. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ദിയാകൃഷ്ണയുടെ സംഭവം വന്നപ്പോൾ തന്നെ ഓരോ ആൾക്കാരും പറയുന്നുണ്ട്. സൗമ്യ സരൻ പോലും പറയുന്നുണ്ട്, എനിക്കും അത്തരത്തിലൊരു തിരിച്ചടി നേരിട്ടൊരാളാണ് ഞാൻ, അതിൻ്റെ കേസുമായി മുന്നോട്ട് പോവുകയാണ്, അതുകൊണ്ട് ദിയാകൃഷ്ണയുടെ വിഷമം കൃത്യമായി മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. ഷീല സണ്ണി ഒരു ബിസിനസ് സംരംഭകയാണ്. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി ജീവിക്കാനായി ഉപജീവന മാർഗമായി തുടങ്ങിയൊരു സാധനം. പക്ഷേ അവരുടെ കുടുംബത്തിനകത്ത് തന്നെ ഒരു ലഹരി കേസിൽ ഉൾപ്പെടുത്തി അവരെ കുടുക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു. അതായത് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ മുന്നോട്ട് വരുന്ന സ്ത്രീകളെയും ഇത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടുത്തി. ഇതൊക്കെ ന്യായമായ കേസുകളാണ്. തീർച്ചയായും വഞ്ചനയും ചതിയും അത് സംബന്ധിച്ചുള്ള കേസുകൾ ഒരുപാടാണ് വരുന്നത്. തെളിവുകൾ സഹിതം നിരത്തി ഈ ദിയാകൃഷ്ണ അടക്കമുള്ള കുടുംബാംഗങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് പിറ്റേ ദിവസം ഈ കൗണ്ടർ പെറ്റീഷൻ കൊടുത്ത് ഇവർ പറയുകയാണ് അങ്ങനെയൊന്നും ഈ ജാതീയപരമായി ചേച്ചി എപ്പോഴും നമ്മളോട് വേർതിരിവ് കാണിച്ചിട്ടുണ്ട്. തറയിൽ ഒരു പറ്റ് അരി ഒരു ആഹാരം ഇട്ട് കഴിഞ്ഞാൽ, ചോറ് ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി വഴക്ക് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് എന്നുള്ള അരിയാഹാരം കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ന്യായം എപ്പോഴും ദിയയുടെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാകും. ദിയയ്ക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയയ്ക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയയ്ക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയയ്ക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ വല്ലതും താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും. ഇരവാദം ഉന്നയിക്കുമ്പോൾ കുറേ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഈ ലൈംഗിക അതിക്രമം, പോക്സോ, സ്ത്രീ എന്നുള്ളൊരു പരിഗണന, ഇതൊക്കെ കൃത്യമായി മാത്രം ഉപയോഗിക്കേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് മറന്നു പോകുന്നു പലരും. ഇത് ഒരാളെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ പക വീട്ടാനൊക്കെ ഉപയോഗിക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കാതെയും വരും. നമ്മൾ സ്ത്രീകളിരുന്ന് സ്ത്രീകളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം എടുത്താൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി കേസ് കൊടുക്കുമ്പോഴേക്കും അവസാനം അത് ജയിക്കാൻ വേണ്ടിയിട്ട് ലൈംഗികപരമായി സംസാരിച്ചു, ചുവയോടെ സംസാരിച്ചു, അല്ലെങ്കിൽ ജാതീയപരമായി അധിക്ഷേപിച്ചു. എന്തിനു പറയുന്നു, നമ്മുടെ കൃഷ്ണകുമാറിനെതിരെ പോലും അത്തരമൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം ലൈംഗിക അതിക്രമം നടത്തി പിടിച്ചു വലിച്ചു എന്നൊക്കെയാണ് ആ പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ പോലീസിന് പരാതി നൽകി. ഇവർക്കറിയാം എന്ത് കാർഡ് ഇറക്കിയാൽ ജയിക്കാം. അതെ, തീർച്ചയായിട്ടും അവർക്ക് പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ചു എന്നുള്ളതാണ്. അവർക്കറിയാം സ്ത്രീ എന്നുള്ളൊരു പരിഗണന അത് വിഷയമാക്കിയാൽ ജാമ്യമില്ല, കുറ്റമാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ സ്വാഭാവികമായും ഇത്തരത്തിൽ കളികൾ നടക്കുന്നത്. ഈ സ്ത്രീകൾ കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക അതിക്രമം ഉന്നയിക്കുന്നു ഈ പറഞ്ഞതുപോലെ. അങ്ങനെ ഉന്നയിക്കുമ്പോൾ കൃഷ്ണകുമാർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ 35 വർഷത്തോളമായി ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്, ഇതുവരെ ഒരു ബ്ലാക്ക് മാർക്ക് അത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഒരു ആരോപണം തനിക്ക് വന്നിട്ടില്ല
എത്ര പെൺകുട്ടികളുടെ അച്ഛനാണ് അല്ലേ? തൻ്റെ മക്കളുടെ ചിലവിലാണ് തൻ്റെ ഈ 4 പെൺമക്കളും ഇങ്ങനെ അധ്വാനിച്ച് കൊണ്ടുവരുന്നതിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരു അച്ഛൻ പറയുമ്പോൾ എത്ര പ്രൗഡാണ്, എത്ര നന്നായാണ് ആ പെൺകുട്ടികളെ വളർത്തിയിരിക്കുന്നത്. അവർ സ്വന്തമായി അധ്വാനിക്കുന്നു, ഒരു ബിസിനസ് തുടങ്ങും, ചെറിയൊരു പ്രായത്തിൽ ബിസിനസ് തുടങ്ങുന്നു, അത് ആ പെൺകുട്ടി നന്നാക്കി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ അങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുക? പൂർണ്ണ ഗർഭിണി അതുപോലും പരിഗണിക്കാതെയാണ് ആ വയ്യായ്മയാണ് ഈ 3 പെൺകുട്ടികളും ആയുധമാക്കിയത് അല്ലെങ്കിൽ അത് മുതലെടുത്തത് എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ്. അതെ, ഈ കുറ്റവാസന എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ പറയുന്ന 3 കുട്ടികളിൽ 2 പേരും 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരു തവണ ഈ കുറ്റം ചെയ്തു, പക്ഷേ വീണ്ടും വീണ്ടും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എത്ര വലിയ തുകയാണ് അവർ കൈപ്പറ്റിയത് എന്നുള്ളതാണ്. ദിയ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് ഇവരെ കണ്ടത്. പക്ഷേ ആ ചതി, അതാണ് ഏറ്റവും വലിയ വേദന അവർക്കുണ്ടാക്കിയത്. കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന വേദന, അതുണ്ടാക്കുന്ന ഒരു മുറിവ്, അത് വലുത് തന്നെയാണ്. കാരണം ഈ ദിയയുടെ ഓരോരോ ഫംഗ്ഷൻസിനും ഇവരെ വിളിക്കുന്നു. ഈ പറഞ്ഞ പോലെ ജാതീയപരമായുള്ള വേർതിരിവ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും അത് കാണിക്കേണ്ട ആവശ്യമില്ല. ന്യായവും നീതിയുമല്ല എങ്ങനെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ജയിക്കണം എന്നുള്ളതിൽ കുട്ടികൾ പോലും മനസ്സിലാക്കും. ജാതീയപരമായി സംസാരിക്കുക അല്ലെങ്കിൽ എന്നെ ജാതീയപരമായി അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും എന്നെ ലൈംഗികപരമായി അതിക്രമിച്ചു അല്ലെങ്കിൽ ഈ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അധ്യാപകനെ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ ആണെങ്കിൽ കൊടുക്കാമെന്ന് പെൺകുട്ടികൾ പോലും മനസ്സിലാക്കും. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു തിരിച്ചടിയാണ്. ഒരു തെറ്റിനെ പല കള്ളങ്ങൾ കൊണ്ട് കുറേ നാൾ മറച്ചു നിർത്താനാകില്ല. അതെന്നായാലും ഒരിക്കൽ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. സ്ത്രീ എന്ന പ്രിവിലേജും ജാതിക്കാടിറക്കിയുള്ള തന്ത്രങ്ങളും എന്നും എപ്പോഴും വില പോവുകയുമില്ല. ഇത്തരം പ്രിവിലേജുകൾ നീതിക്ക് നിരക്കാതെ പ്രയോഗിച്ചാൽ അത് ആ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന മര്യാദകേടാണെന്ന് മറക്കാതിരിക്കുക. ഭാവിയിൽ സത്യത്തിൽ ജാതി അധിക്ഷേപം നേരിട്ട ആൾ കേസ് കൊടുത്താൽ മീറ്റൂവിന് അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട പോലെ അതിന് കള്ളത്തരത്തിൻ്റെ കെട്ടിച്ചമക്കലിൻ്റെ പരിവേഷം കൽപ്പിക്കപ്പെടും. അത് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ.